നമസ്കാരം. എല്ലാവർക്കും IASന്റെ DRS എന്ന സെഗ്മെന്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ കുറിച്ചാണ്. പക്ഷെ അതിനു മുന്നേ നമുക്ക് ലൂസിഫർ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, NPTVക്ക് ഫണ്ടിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഈ ഫണ്ടിങ് എങ്ങനെ വരുന്നതാണ് അതൊന്ന് നമുക്ക് നോക്കാം. 2017 മുന്നേ പല പാർട്ടീസിനും ബ്ലാക്ക് മണി ത്രൂ ആയിരുന്നു ഫണ്ടിങ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് നമ്മൾ ന്യൂസ് പേപ്പറിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഡ്യൂറിങ് 2017 ദ സെൻട്രൽ ഗവൺമെന്റ് ബ്രോട്ട് ഇൻ ദ ഇലക്ട്രൽ ബോണ്ട് സ്കീം. ഓക്കെ, അതാണ് ഈ സ്കീം. 2017 ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് കറണ്ട് അഫയേഴ്സിൽ എങ്ങനെ വന്നു? രണ്ടാഴ്ചയായിട്ട് ന്യൂസിലുണ്ട്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. സുപ്രീം കോർട്ട് സെഡ് ദാറ്റ് ദിസ് സ്കീം ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു. നമുക്ക് കീ ടേംസ് വെച്ച് തന്നെ തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയതുപോലെ ഇതിനകത്തൊരു കീ ടേം ഉണ്ട്. ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റ് ഫ്രീ ബിയറർ ഇൻസ്ട്രുമെന്റ്. ബിയറർ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇറ്റ് സെൽഫ് ഗിവിംഗ് ആൻ അനോണിമിറ്റി. ഇത് ബയറിന്റെ പേരിലല്ല മേടിക്കുന്നത്. ഓക്കെ, ബയറിന്റെ പേരില്ലാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബിയറർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എൻ അനോണിമസ് ഇൻസ്ട്രുമെന്റ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. നമ്മളിത് 2017 സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ കറണ്ട് ആയിട്ടുള്ളൊരു ന്യൂസും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന കഥകൾ എന്ത്? സോ ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് സ്റ്റോറി. ഫസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും പല പാർട്ടികളും ചേർന്ന് സുപ്രീം കോർട്ടിന്റെ അടുത്ത് പോയി പറഞ്ഞു ദാറ്റ് ദിസ് സ്കീം ഇറ്റ് സെൽഫ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. എന്താണ് ഇതിന്റെ ഇഷ്യൂസ് എന്ന് നമുക്ക് നോക്കാം. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഹാപ്പൻഡ് വിത്ത് ദിസ് കേസ് ഇസ് ദ കേസ് ഹിയറിംഗ്. ഇതൊരു 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ് ഇതിന്റെ ഹിയറിംഗിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്കറിയാം, UPSC പഠിക്കുന്ന പലർക്കും അറിയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്പ്യൂട്ട്സിനും ഒക്കെ മിനിമം ഒരു 5 ജഡ്ജ് ബെഞ്ച് ഉണ്ടായിരിക്കണമെന്നറിയാം. കേശവാനന്ദ ഭാരതി കേസിൽ എത്ര ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം. ഓക്കെ, സോ 5 ജഡ്ജ് ബെഞ്ച് വേറൊരു കാര്യത്തിനും കൂടെ ഇരിക്കാറുണ്ട്. കമന്റ് സെക്ഷനിൽ പറയാം അറിയാവുന്നവർക്ക്. ദെൻ ഫൈനൽ വേർഡിക്ട് നമ്മൾ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് മനസ്സിലായി ഇറ്റ് വാസ് സെഡ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇതെങ്ങനെ കൊണ്ടുവന്നെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. സോ ദ റാഷണൽ ബിഹൈൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രൽ ബോണ്ട്സ്. ദിസ് വാസ് ബ്രോട്ട് ടു കർബ് ബ്ലാക്ക് മണി. അത് നമ്മൾ ഫസ്റ്റിൽ അഡ്രസ് ചെയ്ത കാര്യമാണ്. ഇല്ലിസിറ്റ് ഫണ്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കംപ്ലീറ്റ് അനോണിമിറ്റി അത് കൊടുക്കാൻ വേണ്ടിയിട്ടും. ഇത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ട്. അത് നമ്മൾ ലേറ്റർ ഓൺ ഇൻ ദിസ് സ്ലൈഡ് വി വിൽ ഡിസ്കസ് ദാറ്റ്. So second point was eliminate fraudulent political parties. So according to the electoral bond scheme, Representation of People's Act 1951 പ്രകാരം 29A ഉൾപ്പെടുന്ന പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ട് സ്കീം കിട്ടത്തുള്ളൂ. നമ്മൾ ബ്ലാക്ക് മണിക്കായിട്ട് ആൾക്കാർ പുതിയ ഇല്ലിസിറ്റ് ആയിട്ടുള്ള പാർട്ടികൾ ഉണ്ടാക്കി അങ്ങോട്ട് വൈറ്റ് മണി ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് to protect the donors. Core objective of the scheme is non-disclosure of donor identity. അതുകൊണ്ട് തന്നെയാണ് ഇത് ബിയറർ ഇൻസ്ട്രുമെന്റ് ആയത്. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ മറ്റൊരു പാർട്ടിക്ക് മനസ്സിലാകുകയും ആ പാർട്ടി അധികാരത്തിൽ എത്തുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. ആ ഒരു പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊരു ബിയറർ ഇൻസ്ട്രുമെന്റ് ആക്കുന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിൽ വെക്കാവുന്നതാണ്. അനോണിമിറ്റി ഒരു ഗ്രേ ഏരിയ ആണ്. അഗൈൻ ബ്ലാക്ക് മണി ഒരു ഗ്രേ ഏരിയ ആണ്. ചെറിയ പാർട്ടീസിന് കാശ് കിട്ടാതാവുന്നത് അതൊരു ഗ്രേ ഏരിയ ആണ്. ഇതെങ്ങനെയാണ് ഗ്രേ ഏരിയ ആവുന്നതെന്ന് നമുക്ക് ഇന്ന് നോക്കാം. കൺസേൺസ് റിഗാർഡിംഗ് ഇലക്ട്രൽ ബോണ്ട്. എന്താണ് കൺസേൺസ്? ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ഞാൻ പറഞ്ഞു അനോണിമിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം അതൊരു ഗ്രേ ഏരിയ ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഗ്രേ ആവുന്നത്? 2005 നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ഒരു ആക്ട് കിട്ടുന്നുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് കമ്മിങ് അഡ്ജസന്റ് ടു ആർട്ടിക്കിൾ 19(1)(a). ആർട്ടിക്കിൾ 19 പറയുന്ന കാര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിൻ്റെ ഒരു പാർട്ടാണ് റൈറ്റ് ടു നോയും റൈറ്റ് ടു ഇൻഫർമേഷനും ഒക്കെ. ഓക്കെ, അപ്പോൾ അതിൽ പ്രകാരം നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊരു പാർട്ടിക്ക് ആരാണ് ഫണ്ടിങ് കൊടുക്കുന്നതെന്നും എങ്ങനെയാണ് ആ പാർട്ടി ആ ഫണ്ടിനെ വിനിയോഗിക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അണ്ടർ ദി ഇലക്ട്രൽ ബോണ്ട് സ്കീം അത് പോസിബിൾ അല്ല. അവിടെ ഒരു അനോണിമിറ്റി ഉണ്ട്. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്
അതിനെ ഒരു ആ പാർട്ടിയെ എങ്ങനെ ഫണ്ട് ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ദി നെക്സ്റ്റ് പ്രോബ്ലം വിത്ത് ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഫോർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരാളിന്റെ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ മനസ്സിലാക്കിയാൽ മറ്റൊരു പാർട്ടിക്ക് ഒരു ഹാനികരമായിട്ട് തന്നെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു മറുഭാഗമുണ്ട്. ഒരാൾ ഒരു പാർട്ടിയെ ഫണ്ട് ചെയ്യുവാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പാർട്ടി ചിലപ്പോൾ ആ ആളിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. ദാറ്റ് ഈസ് ദ ക്വിഡ് പ്രോക്കോ. അതായത് ശുദ്ധ മലയാളത്തെ പറയുവാണെങ്കിൽ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദാറ്റ് ഈസ് എ ബാഡ് ഇൻഫ്ലുവൻസ്. ദാറ്റ് ഈസ് അഗൈൻ എ കൺസേൺ. അതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ പാടില്ലാത്ത കാര്യമാണ്. നെക്സ്റ്റ് ഈസ് അൺഈക്വൽ പ്ലേയിങ് ഫീൽഡ്. നമ്മൾ ഇത്രയും കാലം ഇലക്ട്രൽ ബോണ്ട് സ്കീം 2017 തൊട്ടുണ്ട്. അപ്പോഴത്തെ തൊട്ട് നമ്മൾ ഡേറ്റ പരിശോധിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു വലിയ പാർട്ടിക്ക് തന്നെയാണ് മെജോറിറ്റി ഓഫ് ഷെയർ പോകുന്നത് തന്നെ. സെക്കൻഡ് ഒരു ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള പാർട്ടികൾക്ക് കിട്ടുന്ന ഷെയർ തന്നെ വളരെ കുറവാണ്. ഓക്കെ, സോ ദാറ്റ് ഗിവ്സ് ആൻ അൺഡ്യൂ പ്ലേയിങ് ഫീൽഡ്. കുറെ പാർട്ടികൾ കൂടുതൽ ഫണ്ട് കിട്ടുന്നു, കുറെ പാർട്ടികൾക്ക് കിട്ടുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡ് മനസ്സിലായി. ഇതിനകത്തിലെ ഗ്രേ ഏരിയ എന്തെന്ന് മനസ്സിലായി, ഇതിനകത്തിലെ വൈറ്റ് ഏരിയ എന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിലൊരു ഒപ്പീനിയൻ ഉണ്ടാക്കേണ്ടതാണ്. പല കാര്യങ്ങളും വളരെ ഗ്രേ ആണ്, പക്ഷെ വി ഷുഡ് നോ ബോത്ത് ഏരിയാസ്. ഇതിന്റെ കീസ് എലിമെന്റ്സ് എന്താണ് ഈ ഒരു സ്കീമിന്റെ? നമ്മൾ ബ്ലാക്ക് മണി കർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു പറഞ്ഞു, പക്ഷെ അതിനകത്തിലെ കീ എലിമെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഇവിടെ ഒരു ഡോണർ എലിജിബിലിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആർക്കും കയറി ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ദർ ഈസ് എ KYC പ്രോസസ്. ഈ KYC പ്രോസസ് ചെയ്യുന്നത് RBI ആണ്. ഓക്കെ, ഈ KYCയുടെ കൂടെ തന്നെ ആ ഡോണർ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് കാര്യം റിസീവർ എലിജിബിലിറ്റി. ഓക്കെ, ഡോണർ സൈഡിൽ നമ്മൾ എലിജിബിലിറ്റി നോക്കി. ഇനി റിസീവറിന്റെ എലിജിബിലിറ്റി എന്താണ്? Only the political parties securing at least 1% of the votes are eligible for the bonds. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റിപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 പ്രകാരം 29A1 പ്രകാരം മാത്രമേ ഫണ്ട് കിട്ടത്തുള്ളൂ. Then there is an authorized bank. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് RBI ആയിരിക്കും. അല്ല, RBI അങ്ങനത്തെ ഫങ്ഷൻസ് ഇല്ല. ഇത് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഇലക്ട്രൽ ബോണ്ട് കിട്ടുന്നത്. ആൻഡ് ദിസ് ഈസ് അവൈലബിൾ ഇൻ ദ ഡിനോമിനേഷൻസ് ഓഫ് 1000, 10,000 ആൻഡ് അപ് ടു 1 crore മൾട്ടിപ്പിളിലാണ് ഈ ബോണ്ട് മേടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വലിയ ഡിനോമിനേഷനിൽ തന്നെ ഇത് മേടിക്കാൻ പറ്റും. ചെറിയ അമൗണ്ട്സിലല്ല. ഇറ്റ് ഈസ് അവൈലബിൾ അപ് ടു 1 crore. ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂസിന്റെ കൂടെ തന്നെ പല ഇഷ്യൂസും ഉണ്ട്. ഈ ഒരു രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ ഒരു സ്കീമിനെ കുറിച്ച് കുറച്ച് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവർ രണ്ടും പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിനെക്കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ RBIയുടെ ഫസ്റ്റ് ഇഷ്യൂ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RBI അല്ല ഇത് ഇഷ്യൂ ചെയ്യുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അഗൈൻ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വേറൊരു കാര്യമുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കംസ് ഡയറക്ട്ലി അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചത്, ആരൊക്കെയാണ് ഏതൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ് മേടിച്ചത്, ഈ ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ആണ് സെൻട്രൽ ഗവൺമെന്റിലുള്ള ആൾക്കാർക്ക്. അപ്പൊ നേരത്തെ പറഞ്ഞ അനോണിമിറ്റി, ദാറ്റ് ഈസ് സെമി അനോണിമിറ്റി, അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി മാത്രമേ ഉള്ളൂ ഇവിടെ. Okay, so next is the RBI raised concerns that the anonymity of the intermediate transactions could violate anti-money laundering principles. എവിടുന്നാണ് ഈ കാശ് കിട്ടിയെന്ന് അറിയത്തില്ല. ഒരാൾ വരുന്നു മേടിക്കുന്നു, ഇതിനകത്തുള്ള ഇന്റർമീഡിയറ്റ്സിനെ കുറിച്ചോ യാതൊരു ഡേറ്റയും ഇല്ല. അപ്പൊ അവിടെ തന്നെ ആന്റി മണി ലോണ്ടറിംഗ് എന്നുള്ള കാര്യം വന്നു. അഗൈൻ ഇത് ബ്ലാക്ക് മണി കൊണ്ടുവരാൻ ആണെന്ന് പറഞ്ഞെങ്കിലും ഇത് എവിടുന്നാണ് വന്നതിന്റെ സോഴ്സിനെ കുറിച്ച് വലിയൊരു ധാരണ ആർക്കും ഇപ്പോഴും കിട്ടുന്നില്ല. നെക്സ്റ്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ദി ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഡ്യൂ ടു അനോണിമസ് ഡൊണേഷൻ. അവരുടെ മെയിൻ ഇഷ്യൂ അത് തന്നെയാണ്.
ആരൊക്കെയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പാർട്ടിയെ ഫണ്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും അതറിയത്തില്ല. അതൊരു ഇഷ്യൂ ആണ്. Then the commission expressed concerns that unlimited corporate funding. ഓക്കെ, ഇവിടെ ഒരു ഫണ്ടിങ്ങിന് ബോൺഡ്സ് എത്ര എണ്ണം മേടിക്കാമെന്നൊന്നൊരു യാതൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല. അത് കാരണം അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഫണ്ടിങ് അവിടോട്ട് പോകുന്നുണ്ട്. എന്തിനാണ് ഈ അൺലിമിറ്റഡ് ഫണ്ടിങ് ഒരു പാർട്ടി യൂസ് ചെയ്യുന്നതെന്നുള്ള കൺസേൺ ECIക്ക് ഉണ്ട്. സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ സുപ്രീം കോർട്ട് എങ്ങനെയാണ് ഈ ഒരു വേർഡിക്റ്റ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ദ റീസൺ കറണ്ട് അഫെയർ ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്തു. എന്ത് പറഞ്ഞ് ഇൻവാലിഡേറ്റ് ചെയ്തു? ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ട് തന്നെ നമുക്കറിയാം ഈ ഒരു സ്കീം ഡയറക്റ്റ് ആയിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ നമ്മുടെ ബാധിക്കുന്നുണ്ട്. വോട്ടേഴ്സിന്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷന് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ എക്സെപ്ഷൻസ് എല്ലാം എന്തായിരിക്കണം? റീസണബിൾ ആയിരിക്കണം. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫണ്ടിങ് അറിഞ്ഞിരിക്കേണ്ട എന്നുള്ള ഒരു റീസണബിൾ ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻസോ ഒരു ജസ്റ്റിഫിക്കേഷനോ ഇല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റീസൺ തന്നെ വളരെ വാലിഡ് ആയിട്ട് തന്നെയാണ് സുപ്രീം കോർട്ട് ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഈസ്, ഈ ഒരു സ്കീം മാത്രമല്ല, ഇത് കൊണ്ടുവന്നത് തന്നെ ഒരു ഫിനാൻസ് ബില്ലായിട്ടാണ്. അപ്പോൾ പല രീതിക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ സ്കീം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളും അതും ഇൻവാലിഡേറ്റ് ചെയ്തിരിക്കുന്നു സുപ്രീം കോർട്ട്. ഓക്കെ, അത് നമുക്ക് നോക്കണം. തേർഡ് ഈസ് ദി കൺസേൺസ് അബൌട്ട് കറപ്ഷൻ ആൻഡ് ക്വിഡ് പ്രോ ക്വോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആള് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ഹി വുഡ് ബി ഡെഫിനറ്റ്ലി എക്സ്പെക്ടിങ് സം ഹെൽപ്പ് ബാക്ക്, റൈറ്റ്? അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു സുപ്രീം കോർട്ടിന് ഒരു കൺസേൺസ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ ഇരുന്നെന്നൊന്ന് നോക്കുക. ഡെഫിനറ്റ്ലി CJ ഇരുന്ന് കാണും. ഓക്കെ, ബാക്കി ആരാണെന്ന് കമന്റ് സെക്ഷനിൽ പറയുക. ഏത് ഗ്രൗണ്ടിലാണ് സുപ്രീം കോർട്ട് ഈ ഒരു സ്കീമിനെ ഇൻവാലിഡേറ്റ് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള വോട്ടേഴ്സ് റൈറ്റ്സിനെ ബാധിച്ചിരുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ റൈറ്റ് ടു ഇൻഫർമേഷനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നു. ഈ ഒരു അനോണിമിറ്റി എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ദെൻ ബ്രീച്ച് ഓഫ് ഇക്വാലിറ്റി പ്രിൻസിപ്പൾ. പല പാർട്ടിക്കും പല രീതിയിലാണ് ഫണ്ട് കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിയും ഈക്വൽ അല്ല. അവിടെ നോട്ട് ബിക്കോസ് ഓഫ് പീപ്പിൾ ഓർ പീപ്പിൾസ് വോട്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫണ്ട് ദാറ്റ് ദ പാർട്ടി റിസീവ്സ്. അങ്ങനെയാണ് പാർട്ടീസ് അൺഈക്വൽ ആവുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡെമോക്രാറ്റിക്കൽ അല്ല. Then the third reason is contravention of constitutional electoral reforms. ഇത് നമ്മൾ ബ്ലാക്ക് മണി കർബ് ചെയ്യാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ പോലും ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂക്ക് എതിരായിട്ട് തന്നെയാണ് പോകുന്നത്. ചില പാർട്ടീസിന് ഫണ്ട് കിട്ടുന്നു, ചില പാർട്ടീസിന് ഫണ്ട് കിട്ടുന്നില്ല. ഈ ഫണ്ട് കിട്ടുന്ന പാർട്ടീസിനും 1% വോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നു. പുതിയതായിട്ട് പാർട്ടികൾ വളരാൻ തന്നെ സമ്മതിക്കുന്നത്. ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്താണ് ഈ ഒരു വേർഡിക്റ്റ് കൊണ്ട് സുപ്രീം കോർട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ? സുപ്രീം കോർട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഏതെങ്കിലും ഒരു സ്കീം കൊണ്ടുവരുമ്പോൾ ആ ഒരു സ്കീം വരുന്നത് പ്രകാരം കൂടുതലായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. ആ ഒരു സാധനം ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് സുപ്രീം കോർട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു. നെക്സ്റ്റ് പറയുന്ന കാര്യം റിഡക്ഷൻ ഓഫ് മണി ആൻഡ് കോർപ്പറേറ്റ് ഇൻഫ്ലുവൻസ്. ഒരു ക്രോണിക് ക്യാപിറ്റലിസം ഇവിടെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, അത് കുറയ്ക്കണമെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ട് പറയുന്നത്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ലെവലിംഗ് ദ പ്ലേയിങ് ഫീൽഡ്. പുതിയ പാർട്ടികൾ വരണം, പുതിയ ആൾക്കാർ മുൻധാരയിലോട്ട് വരണം. അതൊക്കെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ട് പറയുന്നത്. സോ വിത്ത് ദിസ് വി എൻഡ് ടുഡേയ്സ് സെഷൻ ഓഫ് DRS. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക. സോ കീപ് വാച്ചിങ് ഫോർ നെക്സ്റ്റ് വീഡിയോസ്. താങ്ക് യു.